ക്കും ഒരു അഭിനന്ദനങ്ങൾ. ഇനി പാലക്കാട് ഡെന്റൽ ക്ലിനിക്കിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന വാർത്ത വരുന്നുണ്ട്. ചികിത്സയ്ക്കിടെ യുവതിയുടെ നാക്കിൽ ഡ്രില്ലർ തുളച്ചു കയറി. ആലത്തൂർ ഡെന്റൽ കെയർ ക്ലിനിക്കിനെതിരെ പോലീസ് കേസെടുത്തു. ഇതിലൊരു ഗം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ. അപ്പോൾ അവർ ആ ഡ്രില്ലറും കൊണ്ട് നാക്കിൻ്റെ അടിയിലേക്ക് തുളയ്ക്കുകയാണ് ചെയ്തത്. നമുക്ക് വലിയൊരു ഹോളായിട്ട് വരികയാണ് ചെയ്തത്. ഒരുപാട് പെയിൻഫുള്ളായിരുന്നു. പിന്നീട് അവിടെ നമ്മൾ അറിയിച്ചിട്ടും അവർ ചെറിയ മുറിവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുകയാണ് ചെയ്തത്. അവിടെ സീനിയർ ഡോക്ടർ ഉണ്ടായിട്ടും അവർ നമ്മളെ നോക്കാൻ തയ്യാറായിരുന്നു. പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡെൻ്റൽ സർജനെ പോയി കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ പറയുന്നത് വളരെ സിവിയറാണ്, നെർവിൽ തട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയവും സർജറി ആയിട്ട് ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരും എന്നുള്ളതും കൂടെയാണ് പറഞ്ഞത്. പാലക്കാട് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ശ്രീജിത്തെ, ഗുഡ് ഈവനിങ്. ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഈ കൂടുതൽ സമയമെടുക്കുന്ന ഡെന്റൽ ചികിത്സകളിൽ നാക്ക് കോൺസ്റ്റൻ്റായി വെച്ചുകൊണ്ടാണ് പല്ലിലുള്ള മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മോണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ രോഗിക്കും ഈ നാക്ക് അനക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ നാക്കിൽ ഇതുപോലെ ഡ്രില്ലർ തുളച്ചു കയറിയാൽ സംസാരശേഷിയും നാക്കിൻ്റെ ചലനശേഷിയും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിലൊരു ശ്രദ്ധക്കുറവുണ്ടായെന്നാണോ അവർ പറയുന്നത്? ഇതിൽ ഈ ഒരു ക്ലിനിക്കിൻ്റെ വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായും ക്ലിനിക്കിന്റെ അധികൃതരെ നമ്മൾ ബന്ധപ്പെട്ടു. ഡോക്ടർ ജുവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. നിയമപരമായ മറ്റു കാര്യങ്ങളുള്ളതിനാൽ പിന്നീട് പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ഗായത്രി സൂരജ്, അതാണ് ആ യുവതിയുടെ പേര്. 21 വയസ്സാണ് ആ പെൺകുട്ടിക്ക്, ആ യുവതിക്ക് ഉള്ളത്. അവർ ഇത്തരത്തിൽ 2 വർഷമായി, 2022 മുതൽ 3 വർഷമായി ഏതാണ്ട് അവിടെ തന്നെ ചികിത്സ നടത്തുന്ന ആളാണ്. അങ്ങനെ പല്ലിലെ ഗം എടുക്കാൻ വേണ്ടിയാണ് അവിടേക്ക് വന്നത്. അങ്ങനെ ഈ സമയം ഗം എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ആ ഡ്രില്ലർ പെട്ടെന്ന് കൈ തട്ടി അങ്ങോട്ട് മാറി എന്നാണ് യുവതിയുടെ ആരോപണം. എന്തായാലും ആ മുറിവിൻ്റെ ഫോട്ടോയും അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആഴത്തിലുള്ള മുറിവ് തന്നെയാണ്. ഇവർ തൊട്ടപ്പുറത്ത് കുഴപ്പമൊന്നുമില്ല, ചെറിയ മരുന്ന് മാത്രം വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഈ ആശുപത്രി അധികൃതർ ആലത്തൂർ ഡെന്റൽ ക്ലിനിക്ക്, അതാണ് ഈ പറയുന്ന ക്ലിനിക്കിൻ്റെ പേര്, അധികൃതർ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ആരോപിക്കുന്നത്. തുടർന്ന് പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെയാണ് പറഞ്ഞത് കുറച്ച് സിവിയർ കണ്ടീഷനാണ്, ഞരമ്പിലേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രശ്നമായി മാറും, അത് ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും യുവതിയെ ഇപ്പോൾ അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു പരാതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ക്ലിനിക്കിനെതിരെ. എന്തായാലും ക്ലിനിക്ക് അധികൃതരുടെ വിശദീകരണം, ഈ നിയമപരമായി മറ്റു കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷം മാത്രമേ എന്നുള്ളൊരു വിശദീകരണമാണ് അവർ നൽകുന്നത്. എന്തായാലും ഗുരുതരമായ ചികിത്സാ പിഴവാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ നിസ്സംശയം പറയാം. പക്ഷേ മറ്റ് ക്ലിനിക്കിൻ്റെ ഒരു വേർഷൻ കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. അവർ നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന നീണ്ട പ്രൊസീജിയേഴ്സൊക്കെ വരുമ്പോൾ നമ്മളാണെങ്കിലും പോയിരിക്കുമ്പോഴേ നാക്ക് വളരെ സൂക്ഷ്മതയിൽ നമ്മൾ വെച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ തുളച്ചു കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനി ഡെന്റൽ ക്ലിനിക്കിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഇതുകൂടെ വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ വ്യക്തിക്ക് ഈ നാവിൻ്റെ ചലനശേഷി, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്.